ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു ഡാൻസിൻ്റെ പ്രൊമോ ഷൂട്ട് ഉണ്ട്. വിദ്യാരംഭമൊക്കെ ആയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങൾ ഡാൻസിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊമോ ഷൂട്ട് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് റെഡിയാവാണ്. ഇത് ആക്ച്വലി ഇൻട്രോ എടുക്കേണ്ട വേറൊരു ദിവസം ആട്ടോ. ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അന്ന് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാനൊരു 4:45 എണീറ്റതാണ്. പാറു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം 5 പീരീഡ്സ് ആയിട്ട് വീട്ടിലായിരുന്നു. അപ്പം ഞാനായിരുന്നു അവളെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. എന്നിട്ട് എനിക്ക് ഒരുങ്ങാൻ വേണം, സാരി എടുക്കാൻ വേണം, ഒക്കെ കുറച്ച് ധൃതി ആയതുകൊണ്ട് ഞാൻ അന്ന് ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി. വേറൊരു ദിവസമാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനും പാറും ഉണ്ട്, 5 പേരും. പിന്നെ നമ്മുടെ കിഴക്കിൽ കുഞ്ഞോളും ചേച്ചിയുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കൂടിയിട്ട് അവിടെ അടുത്തോടൊരു 20 മിനിറ്റ് ഉണ്ട്, ഒരു അരമണിക്കൂർ ഉണ്ട് അങ്ങോട്ടേക്ക്. അവിടെയുള്ളൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ്, അമ്പലത്തിൻ്റെ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. ഓപ്പോസിറ്റിനൊരു കടവ് പോലൊക്കെ സെറ്റപ്പ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മിസ് ചെയ്യാതെ, നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ടീച്ചർ പറഞ്ഞിട്ടുള്ളൊരു 6 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6:45 കൂടിയിട്ട് സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അടുത്തുനിന്നല്ല, ഒരു 10-20 മിനിറ്റ് ഉണ്ട് അമ്പലത്തിലേക്ക്. അപ്പം ഞാൻ വേഗം ഒരു 5 മണിയൊക്കെ ഇപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ആദ്യം പാറുവിനെ കുളിപ്പിച്ചത് മേക്കപ്പ് ചെയ്തെടുത്തിരിക്കുകയായിരുന്നു. ഞാനിത് ഷോർട്സിന് വേണ്ടി എടുത്തതായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ലോങ് വീഡിയോക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ചെറിയൊരു സൈസ് വ്യത്യാസം. കാലത്ത് എണീറ്റപ്പോൾ ചെറിയൊരു വേഷം കെട്ടുണ്ടായിരുന്നു. 5 ഇല്ല ഇവിടെ, കാരണം അവൾ പീരിയഡ്സ് ആയിട്ട് വീട്ടിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആട്ടത്. അപ്പം അങ്ങനെ ഒരു വിധത്തിൽ കണ്ണൊന്നും എഴുതാനായിട്ട് ആദ്യം കുറച്ച് മടി. മൂപ്പർക്ക് പണ്ടേ എഴുതാൻ അത്ര ഇഷ്ടമല്ല കണ്ണിൻ്റെ ഉള്ളിലൊന്നും. അപ്പോൾ ഡാൻസ് ടീച്ചർ നമ്മളടുത്ത് പ്രത്യേകം പണ്ടുണ്ടായിരുന്നു, ഡാൻസിനൊക്കെ പോകുമ്പോൾ നന്നായിട്ട് വാലിട്ട് കണ്ണെഴുതുന്നൊക്കെ. അപ്പോൾ കുട്ടിക്ക് നന്നായിട്ട് വാലിട്ട് കണ്ണൊക്കെ എഴുതി ഐഷാഡൊക്കെ ഇട്ട് കൊടുത്തു, ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു, ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. പിന്നെ അവൾക്ക് ഇണങ്ങനൊരു ടൈപ്പ് മാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാനിനി മേക്കപ്പ് ചെയ്യാൻ പോവാണ്. സാരി ഇന്നലെ നമ്മൾ ഫ്ലീറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മ കാലത്തേന് പിടിപ്പിച്ചു തന്നു. എനിക്ക് സാരി എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്, പ്രത്യേകിച്ച് അങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ഇതായി പോവരുതല്ലോ. അങ്ങനെ ഒരു കണക്കിന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 5 എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ നമ്മുടെ കുഞ്ഞോളും ദിവ്യേച്ചിയുണ്ട്. എങ്ങനെയുണ്ട് പാറുക്കുട്ടന് ഞാൻ ചെയ്ത മേക്കപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ പോണ വഴിക്കാണ് നമ്മൾ മുല്ലപ്പ് വയ്ക്കാൻ പോണത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 6:45 പിന്നെ അവിടെ പിള്ളേർ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനത്തെ വാലൊക്കെ ഇട്ട് കണ്ണെഴുതി നേർവാച്ചിലൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അധികം നേർവാച്ചിൽ എടുക്കാറില്ല, കാരണം എനിക്കത് സ്യൂട്ടാവില്ല, സൈഡ് വാച്ചിൽ എടുക്കാറ്. പിന്നെ ഇങ്ങനെ ട്രഡീഷണലായിട്ട് പോകുമ്പോൾ എന്തോ നേർവാച്ചിൽ എടുക്കണം തോന്നി. അങ്ങനെ നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു മുരുകൻ്റെ അമ്പലമാണ്, പറവൂരുള്ളൊരു ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പ്രൊമോ ഷൂട്ടാണ് ഇന്ന്. ഞാൻ ആദ്യം വിചാരിച്ചത് പ്രൊമോ ഷൂട്ടൊക്കെ നടക്കുന്നത് മറ്റേ അരങ്ങേറ്റത്തിന് കുറച്ച് ദിവസം മുന്നേ അങ്ങനെ, പക്ഷെ അങ്ങനെ അല്ലാന്ന്. ഓരോ വിദ്യാരംഭത്തിൻ്റെ സമയത്തും എല്ലാ പിള്ളേരും വെച്ചിട്ടും എടുക്കുന്നത് അല്ലേ, അത് ഓരോരുത്തർ താല്പര്യം. അതെ, കമ്പൽസറില്ല, അങ്ങനെയല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇതല്ല കേട്ടോ ഞങ്ങളുടെ ആക്ച്വലി യൂണിഫോം. ഇതല്ല നമ്മൾ ഏതാണ് കളർ അതിന് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ യൂണിഫോമിൻ്റെ കളർ ഇതിനേക്കാളും ഒരു ഡബിൾ ഷെയ്ഡ് ബ്രൈറ്റ് ആണ്, നല്ല ബ്രൈറ്റാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഡാൻസ് ഞാൻ സത്യം പറഞ്ഞ ഒരു ക്ലാസ്സിന് പോയിട്ടുള്ളൂ, 2 ക്ലാസ്സിന് പോയി. ഞങ്ങൾ സംഭവങ്ങളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ, അടവുകളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യും ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂ നാളെ കിടാൻ നിൽക്കുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര സന്തോഷം, കാരണം ഈ ഡാൻസിൻ്റെ ഒരു കോസ്റ്റ്യൂം ഇട്ട് ഇങ്ങനത്തെ ഈ ഒരു സാരി അടിയിൽ ഇങ്ങനെ ലെഗിൻസൊക്കെ ആണ് പോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കാൻ പറ്റുന്നത് ഒരിക്കലും വിചാരിച്ചതെല്ലാം. ആ ഒരു സംഭവത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങേണ്ടി വരുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോൾ ടീച്ചർ എത്തിയിട്ടുണ്ട്, നമ്മൾ ഒരുവിധം എല്ലാ പിള്ളേരും എത്തിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ബാക്കിൽ കടവാണ്, പിന്നെ അവിടെ ഒരു ആൽമരം ഉണ്ട്. ആൽമരത്തിൽ നമ്മൾ ദേവിയുടെ വിഗ്രഹം, ആ ദേവിൻ്റെ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ ഉണ്ടാവില്ല ദേവിയുടെ, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്താ പറയേണ്ടത്, ഒരു പേരുണ്ട് അല്ലേ. ഇതിന് കമൻറ്റ് ചെയ്യും കേട്ടോ, നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ്. എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ എനിക്ക് മാത്രമേ അറിയാത്തത്. അപ്പം ഞാൻ ഒരാളെ കയ്യിൽ വന്ന ഡാൻസ് കളിക്കാൻ വന്നൊരു കുട്ടിയുടെ അമ്മയുടെ കയ്യിലാണ് ഞാൻ ഫോൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ മണ്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോസ് എടുത്ത് തരുന്നത്. അപ്പോൾ ആ കുട്ടിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ ഹായ്. അപ്പം ഞാൻ അവളോട് പറയുമായിരുന്നു, ഒരുപാട് എടുക്കേണ്ടതായിട്ട് ലോങ് ആയിട്ട് കട്ടായിട്ട് കുറച്ച് ഭാഗം എടുത്താൽ മതി. അപ്പോൾ ടീച്ചർ എല്ലാ പിള്ളേരെയും അങ്ങനെ ഹൈറ്റ് അനുസരിച്ച് പിന്നെ കൗണ്ട് അനുസരിച്ച് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ലാസ്റ്റ് റോയിലാണ്, ഒന്നാമത് ഹൈറ്റ് അനുസരിച്ചും പിന്നെ ഞങ്ങൾക്ക് ഇത് അധികമൊന്നും അറിയാത്തത് കൊണ്ടും ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ്. പിന്നെ ഒരു ചെറുത് നിൽക്കുന്നുണ്ട് അവിടെ, ചെറുത് അവൾ ഞങ്ങളപ്പം ന്യൂ കമ്മറാട്ടോ, ന്യൂ ജോയിനറാണ്. മൂപ്പരും ഏകദേശം ആൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്, കുഞ്ഞുണ്ടിക്ക് അവൾ. എനിക്ക് തോന്നുന്നു പിള്ളേർക്കാവുമ്പോൾ കറക്റ്റ് അത് പഠിച്ചെടുക്കാൻ പറ്റും നമ്മുടെ അമ്മമാരെക്കാളും ഫാസ്റ്റായിട്ട്. അപ്പം ഞാനവിടെ നിന്ന് പറയുന്നത് കുറച്ചീശ് എടുത്താൽ മതി കേട്ടോ, കുട്ടാക്കറി ഒരുപാട് ഉണ്ടടാ എന്ന് പറയായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ
ഓൾറെഡി അറേഞ്ച് ചെയ്ത് നിർത്താണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ടെൻഷൻ ഉണ്ടായി. എനിക്കിപ്പോഴും നമസ്കാരം ഒന്നും എനിക്കിപ്പോഴും പ്രോപ്പറായിട്ടില്ല. എനിക്ക് ചെറിയ കൺഫ്യൂഷനാണ്. ശരിക്കും പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞ നമസ്കാരം നമ്മൾ പഠിപ്പിക്കില്ല, കാരണം ഓരോ ഡാൻസ് ക്ലാസ് കഴിയുമ്പോഴും സ്റ്റാർട്ടായിട്ട് നമ്മൾ നമസ്കരിക്കുന്നതല്ലേ. അപ്പോൾ അത് താനേ പഠിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ പാറക്കുട്ടനാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് അത് ഞാൻ പറയുന്നത് എന്നെ സൂം ചെയ്യും, എന്നെ പ്രത്യേകം സൂം ചെയ്യുന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ പാറക്കുട്ടൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. പാറക്കുട്ടനെ രാവിലെ എണീറ്റതിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, അത്രയും നേരത്തെ എണീറ്റല്ലേ. ഇപ്പോൾ മൂപ്പര് വേഗം എണീക്കും. ഒരു 6 മണി 6:15 നമ്മൾ എണീറ്റ് വരും. 5 പോണേക്കാളും മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വ്രതം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 5 പോയി തൊട്ടപ്പോഴും ആ സമയത്ത് എണീറ്റ് വരുമ്പോൾ നേരത്തെ ഒരു 7 മണി 7:15 അവളെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 7 ആകുമ്പോഴേക്കും അവൾ സെറ്റാണ്. ബാക്കിയുള്ള സമയമൊക്കെ അവൾ എക്സാമിന് ഞാൻ പഠിപ്പിക്കാൻ ഇരുത്താറാണ് പതിവ്. കിച്ചണിൽ അമ്മ ഉണ്ടാവും അവൾക്ക് ടിഫിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ എല്ലാ അമ്മമാരും അക്ഷമരായി നോക്കി നിൽക്കുകയാണ് പിള്ളേരെ ഒരു ഷൂട്ട് കാണാൻ വേണ്ടിയിട്ട്. 2 ചേട്ടന്മാർ വന്നിട്ടുണ്ട്. നമ്മുടെ ഐഫോണിലാണ് നമ്മൾ ഈ ഒരു ഷൂട്ട് സെറ്റ് ചെയ്യുന്നത്. അവരെന്നെ എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടീച്ചർ വെയിറ്റ് ചെയ്യണം, വേഗം വരും എവിടെയായിരുന്നു നമ്മൾ ടൈം പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു സെറ്റ് എടുക്കാൻ പോവുകയാണ്. ആദ്യം നമസ്കാരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഡൗട്ട്, ഞാൻ അഞ്ചിനോട് ചോദിക്കുകയായിരുന്നു, അഞ്ചു ഇതെങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത സംഭവങ്ങളിൽ നമുക്ക് ഭയങ്കര ടെൻഷനല്ല ഒരുമിച്ച് കളിക്കുമ്പോൾ. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ടെൻഷനാട്ടോ. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാനറിയില്ല. കാരണം എനിക്കറിയാത്ത സംഭവങ്ങൾ എനിക്ക് നന്നായിട്ട് പഠിച്ചാലേ എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഡാൻസിൻ്റെ കാര്യം, സിനിമാറ്റിക് ഡാൻസ് ആണെങ്കിലും ഇപ്പം 5 അത് ക്യാച്ച് ചെയ്താണെങ്കിൽ എനിക്ക് ക്യാച്ച് ചെയ്ത് 2-3 പ്രാവശ്യം കളിച്ച് നോക്കിയാൽ എനിക്കത് സമാധാനമാവുള്ളൂ. എനിക്കത് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ സെറ്റായി അതെനിക്ക് പറ്റില്ല. എനിക്ക് ആ സ്റ്റെപ്പ് എനിക്ക് വഴങ്ങുണ്ടോയെന്ന് ആദ്യം വഴക്കം വരണം, അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. ഇപ്പം തന്നെ ഈ സൂര്യ നമസ്കാരം എനിക്കൊരു 5 പ്രാവശ്യം ചെയ്ത് നോക്കിയാലേ എനിക്ക് ആ ഒരു ഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് ചെയ്ത് നോക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനുള്ള സമയമില്ല. അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുകയാണ്. എനിക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവാനുണ്ട്. എനിക്ക് വഴക്കുണ്ടെങ്കിൽ പോലും എൻ്റെ കൈയും സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി ആ ഒരു കറക്റ്റായൊരു പ്രോപ്പർ വേയിൽ വരാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ താളം കുറച്ചും കൂടി ഒന്നും പിടിക്കാനുണ്ട്. ടീച്ചർ ഇവിടെ താളമാണ് കൂട്ടുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ സെറ്റപ്പ് 5 പറയായിരുന്നു. പറ്റും, നീ ഓക്കെയാണ്, നീ കുറച്ചും കൂടി നീ അത്രയും ഓവർ ബോധേഡ് ആവണ്ടെന്ന് എന്നോട് പറയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഞാൻ കുറച്ച് സ്ലോ ആണ്. ആ താളത്തിനനുസരിച്ച് ചെയ്യണം. നമ്മളൊന്ന് കുറച്ചുകൂടി എനിക്ക് ടെൻഷൻ ആയതുകൊണ്ട് എനിക്ക് ആ താളം എനിക്ക് കേൾക്കാൻ പറ്റണില്ല, എന്താ ചെയ്യല്ലേ, അങ്ങനെയാണ്. അപ്പോൾ ബാക്കിയുള്ള കഥ കുഞ്ഞുമോളൊക്കെ കളിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം പിള്ളേരൊക്കെ ഇത്ര നന്നായിട്ട് കളിക്കുമ്പോൾ ഇതൊരു പിള്ളേരെ എഫേർട്ട് തന്നെയാണ് അതവർ പഠിക്കുന്നത്. നമ്മൾ പാറൂസിനാണെങ്കിലും പാറൂസിൻ്റെ മുഖത്ത് ചെറിയൊരു അപ്പുറത്ത് നിന്ന് വെയിലടിക്കണോണ്ട് അവൾക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവളെ കണ്ണിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങനെ ആ ഒരു സെറ്റ് കഴിഞ്ഞു. ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ബാക്കിൽ 2 ചേട്ടന്മാർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞുമക്കളുടെ വേറൊരു സ്റ്റെപ്പാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാറക്കുട്ടനാണെങ്കിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ആ സ്റ്റെപ്പിന്. അപ്പോൾ പാറുമ്പോൾക്കാണ് ടീച്ചർ അപ്പോൾ അത് പറഞ്ഞു കൊടുത്ത് കണ്ടില്ലേ. പാറക്കുട്ടനെ അറിയാത്തതുകൊണ്ട് പാറക്കുട്ടൻ്റെ മുഖത്ത് ആ ഒരു സ്ട്രെയിൻ ഉണ്ട്. പക്ഷെ അവൾ കളിക്കുന്നുണ്ട് കണ്ടോ. അവളൊക്കെ എനിക്കിതിപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. അവൾക്കത് അറിയാത്തതുകൊണ്ട് അവൾക്കതൊരു സ്ട്രെയിൻ ഉണ്ട്. പക്ഷെ അവളത് കളിക്കണമുണ്ട്. അതങ്ങോട്ട് എന്താ പറയുക, സ്മൂത്തിൽ പോകാത്തതുകൊണ്ട് മുപ്പൊരു ഇങ്ങനെയല്ലേ എന്ന് വെച്ചിട്ടാണ് കളിക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞുമക്കളുടെ ആ ഒരു സെറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു റീല് എടുക്കാൻ അപ്പുറത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓരോ സെറ്റായിട്ട്. അപ്പോൾ 1 മിനിറ്റിൻ്റെ റീല് കുറച്ച് പേരായിട്ട് എടുക്കാനുള്ളൊരു ഇതിലാണ് അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും എനിക്ക് ടെൻഷനായിട്ടോ. കാരണം ഈ ഒരു ക്ലാസിക്കൽ സ്റ്റെപ്പ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം കളിച്ച് നോക്കി ഞാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ എനിക്കത് മറ്റൊരാളുടെ മുന്നിൽ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ടീച്ചർ പറഞ്ഞു പറ്റുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഓവർ ടെൻഷൻ അടിക്കുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് വഴങ്ങുന്ന കുട്ടികളാണ്, പിന്നെ എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്, അങ്ങോട്ട് കളിക്കുക തന്നെ. ആദ്യം ആ ഒരു സംഭവം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെയൊക്കെ ടീച്ചർ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഓരോ സ്റ്റെപ്പുകൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട്. നമ്മുടെ കണ്ണുക്കുൾ പൊത്തി വിപ്പിനിൻ ചെല്ല കണ്ണനീവ ആ പാട്ടാണ് നമ്മൾ എടുക്കാൻ പോണത്. അങ്ങനെ അവരുടെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടേതായ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ അമ്മാമ്മയോട് ചോദിക്കുന്നത്, അമ്മ ആരെക്കൂടെ വന്നതാന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുട്ടീൻ്റെ കൂടെ വന്നതാണ്, പേരക്കുട്ടി അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെയൊക്കെ പറഞ്ഞു. കുറച്ച് കുസൃതി ഒരു ചെറിയൊരു വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം ഞാൻ അമ്മ 1 മിനിറ്റ് ഞാൻ ഈ ഡാൻസ് കളിച്ചിട്ട് കൂടുതൽ വർത്തമാനം പറയാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടേതായ ഈ ഒരു ഡാൻസിൻ്റെ ഒരു കോസ്റ്റ്യൂമിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം അതിയായ മോഹം, പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ എടുക്കണം അതിയായ മോഹമൊക്കെ വന്നു. അതുകൊണ്ട് ടൈമറൊക്കെ വെച്ച് ഒരു 5 സെക്കൻഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടില്ലേ. ഞാനിതാക്കി വരുമ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ട്.
അങ്ങനെ പിന്നെ എന്താ അഞ്ചു പറയുമായിരുന്നു ഇത് നമുക്ക് എന്തായാലേ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് നിൽക്കാൻ ഈ ഒരു പ്രായത്തിൽ നമുക്ക് പറ്റിയില്ലേ എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ പഠിക്കുക, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങോട്ട് തീർക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ കുട്ടികളെ. അപ്പോൾ അതേ പാറും ഫ്രീ ആയപ്പോൾ പാറുവിനെ വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ കൊടുത്തു. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോ എടുക്കണം. ഇപ്പം ഞങ്ങളിപ്പോൾ ഭയങ്കര അതിമോഹത്തിലാട്ടോ. ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ ഇതൊക്കെയാണ് അരങ്ങേറ്റൊക്കെ ആലോചിക്കുന്നത്. ഡാൻസ് ഇതുവരെയായിട്ടും പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്, പക്ഷെ എന്നാലും ആലോചന ഫുള്ളും അരങ്ങേറ്റവും സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെന്താ പിന്നെ കുറച്ച് നേരം അവിടെ പോസ്റ്റായി നിന്നു. പിള്ളേരുടെ വേറെ പിള്ളേരെ ഓരോ സെറ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ദിവ്യേച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ബാഗും ഫോണൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് ആവശ്യത്തിന് വീഡിയോസൊക്കെ എടുത്തു തന്നെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയാണ് വെള്ളം കുപ്പിയും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നത്. ഞങ്ങൾ ഇതൊന്നും ഇല്ലാണ്ട് കൈവീശി പോകാനും ചെയ്തപ്പോൾ ചേച്ചി ഞങ്ങൾ ചീത്ത പറയായിരുന്നു, നിങ്ങൾ ഇതൊന്നും ഇല്ലാണ്ടാണ് ഈ ക്ലാവിനെയും കൂട്ടി വന്നതെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഡാൻസ് ആട്ടോ. ഇത് ഏതാ മറ്റേ കണ്ണുക്കുൾ പൊത്തിരിപ്പിൻ അതൊരു സെറ്റ് കളിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിത്തരാൻ എന്നോട് ആടവാവ അതിൻ്റെ പ്രാക്ടീസാണ്. അപ്പോൾ കുറേ പേരെ കാലൊന്നും ശരിയാവണില്ല. അതിന് ശേഷം തനി 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 താനന അതാണ്. അത് അഞ്ചും വേറെ 2 പിള്ളേരുണ്ട്. ഇപ്പോൾ ഈ 2 ഫ്രണ്ടിൽ നിൽക്കുന്ന 2 പിള്ളേരും ഒരു 2, 3 or 5 years ആയി തോന്നുന്നുണ്ട് പഠിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ആയൊരു സംഭവം കഴിഞ്ഞു. എന്തേ വൈനോട്ട് അങ്ങനെ ആയിക്കൂടെ? നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്റെ കോമ്പൗണ്ടിൽ കയറി ആരാ കളിക്കുന്ന മക്കളെ ഡാൻസ്. അതെ ഏതൊരു കുട്ടിയുടെ അച്ഛൻ ഞാൻ അമ്മാവനെ കാണിച്ചു കൊടുത്തപ്പോൾ അഞ്ജുനോട് പറയായിരുന്നു അത് ദേവീനെ നമ്മൾ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ദേവി വന്നിരിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു കുട്ടി ചിലപ്പോൾ ദേവി ആയിരിക്കാം, പക്ഷെ അതൊരു കുട്ടിയുടെ അച്ഛമ്മയാണ്, ആ കുട്ടിയുടെ ഡാൻസ് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഇനി ഞങ്ങളും ടീച്ചറും കൂടിയുള്ള ഒരു വൈൻഡപ്പ് സെക്ഷനാണ്. മറ്റേ ഏറ്റവും ലാസ്റ്റത്തെ തനന്നനി തനിന്നനി നാനന ആ ഒരു സംഭവം കേട്ടോ ഞങ്ങൾ ടീച്ചറും കൂടി. അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ നോക്കൂ, ഓ എന്തൊരു ഓവറാലേ ഇരിക്കും. വയ്യ നമ്മൾ ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന പറയുന്നത് സത്യം കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും അതേപോലെ തന്നെ ലാസ്റ്റത്തെ ഒരു എന്തൊക്കെയോ ചേട്ടന്മാർ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തതാണ്. ഓരോരോ പോസ് ഇട്ടിട്ട് ഫ്രണ്ടിലത്തെ പിള്ളേരാണെങ്കിൽ അതിൻ്റെ ബാക്കിലത്തെ പിള്ളേരാണെങ്കിൽ വേറെ സ്റ്റെപ്പ്, ഞങ്ങൾ വേറെ സ്റ്റെപ്പ് ആയിട്ട് ടീച്ചർ നടുക്കിൽ വേറെ സ്റ്റെപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, ഞങ്ങൾ ചിരി വരുന്നത് എനിക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി ഇതേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളൊരു 7:10 7:15 സ്റ്റാർട്ട് ചെയ്തിട്ടൊരു എത്ര മണിയായിട്ടുണ്ടോ, ഒരു 9:45 10 മണിയോട് കൂടിയിട്ട് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. നന്നായിട്ട് കഴിഞ്ഞു. പിള്ളേരെല്ലാവരും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഇതിൻ്റെ ഇടയിൽ പാറുമ്പോളൊന്ന് വാഷ്റൂമിലൊക്കെ പോയി കൊണ്ടുവന്നുള്ളൂ. ലാസ്റ്റത്തെ സംഭവങ്ങളൊക്കെയാണ് ഇത്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത കുറച്ച് പേരുള്ളതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലായിട്ട് നിന്നിട്ട് ഓരോ സ്റ്റെപ്പുകളൊക്കെ വെച്ചു എന്നുള്ളൂ. ലാസ്റ്റ് ഞങ്ങളുടെ ചെറിയൊരു റീലുണ്ടായിരുന്നു, അതായിരുന്നു ഏറ്റവും മാസ്റ്റർ പീസ്. നമ്മുടെ മോതിരം മാറുവാൻ മഴവില്ലു പന്തലിൽ നാണിച്ചു നിൽക്കും മുകിലിന്നോരം ആരുടെ നെഞ്ചിലെ തകിലടി കേട്ടു ഞാൻ തമ്പുരു മീട്ടും താരശ്രുതിയിൽ 1000 ചിറകുള്ള മോഹങ്ങളെ ആ ഒരു സംഭവം ആട്ടം. എൻ്റെ പാട്ട് കേട്ട് ആരും പേടിക്കേണ്ട, കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ തന്നെ പാടിയതാണ്. ആരും അതിന് പൊങ്കാലിടാൻ വരണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളൊരു ഡാൻസിൻ്റെ പ്രൊമോ ഷൂട്ട് വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അടുത്ത നമ്മുടെ ഫാമിലി വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.